ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനുഹിസാണ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് മണി മാത്ത്, പണമിടപാടുകൾ എന്നുള്ള ചാപ്റ്റർ. അപ്പോൾ അതിൻ്റെ മക്കൾ എല്ലാ ആൾക്കാരും നല്ല എൻജോയ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അതിലുള്ള പ്രോബ്ലംസ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. കാരണം ഇതിന് മുൻപേ നമ്മൾ പഠിച്ചിട്ടില്ല. അതിനെപ്പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് നമ്മളെ 7th തന്നെയാണ്. അതിൽ ഒരുപാട് ഇക്വേഷൻ ആണെങ്കിലും അതൊക്കെ കേട്ടാണെങ്കിലും മനസ്സിലാക്കിയിട്ടാണെങ്കിലും എൻ്റെ കുട്ടികളെ നല്ലോണം അതിനുള്ള കമൻ്റ് ഒക്കെ പറയാറുണ്ട്. അതേപോലെയുള്ള നിങ്ങളുടെ എനർജറ്റിക് ആയിട്ടുള്ള കമൻറ്റ്സ് ഈ ഒരു വീഡിയോയുടെ താഴെ ഉണ്ടായിരിക്കും എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൊണ്ടുവന്നത്. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് കാണുന്ന സമയത്ത് വലിയ ചോദ്യമാണല്ലോ, അപ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് ഒഴിവാക്കി വിട്ടിട്ടുണ്ടാവും. ടെക്സ്റ്റ് ബുക്കിൽ വലിയ ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ കാണാമെന്ന് വിചാരിച്ചിട്ട് ആ വലിയ ചോദ്യം മക്കൾ എന്ത് ചെയ്യും, മിസ് ചെയ്ത് കളയും. പക്ഷേ ഏറ്റവും വലിയ ചോദ്യങ്ങളാണ് അത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ ഒരു വലിയ ചോദ്യം കാണിച്ചു തരാം. വലിയ ചോദ്യം എന്ന് പറയാനില്ല, ഒരു കുഞ്ഞായിട്ടുള്ള കണ്ടന്റ് അതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. നമുക്ക് ചോദ്യം വായിച്ചിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്ത് പോയാൽ തന്നെ അതിനുള്ള ആൻസർ ഒക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചോദ്യം, ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പം ചോദ്യം വളരെ വലുതാണെന്ന് വിചാരിക്കരുത്, വായിക്കുക, നല്ല ശ്രദ്ധിച്ച് വായിക്കുക, എന്നിട്ട് ഓരോന്നായിട്ട് നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, അഖിൽ ഒരു മത്സ്യ വിൽപ്പനക്കാരനാണ്. ഒരു ദിവസം കിലോഗ്രാമിന് 140 രൂപ നിരക്കിൽ 12 കിലോഗ്രാം മത്സ്യം വാങ്ങി. ഓക്കെ, അപ്പം 140 രൂപ നിരക്കിൽ 12 കിലോഗ്രാം മത്സ്യം വാങ്ങി എന്ന് പറഞ്ഞാൽ 12 കിലോഗ്രാമിന് ആകെ എത്ര രൂപയായി എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, അത് ആദ്യം ഒന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഓരോന്ന് സ്റ്റെപ്പ് വൈസ് ആയിട്ട് ചെയ്തു പോയാൽ എൻ്റെ മക്കൾക്ക് എന്തായിരിക്കും, സിമ്പിൾ ആയിരിക്കും. അപ്പോൾ അഖിൽ ആദ്യം എന്താക്കി, 1 കിലോഗ്രാമിന് എത്ര രൂപയാണെന്നാ പറഞ്ഞേ, 140 രൂപയാണ്. ഓക്കെ, അതിൽ 12 കിലോഗ്രാം എക്സ്ട്രാ വാങ്ങി എന്ന് പറഞ്ഞാൽ 12 കിലോഗ്രാം വാങ്ങി. അപ്പം എന്ത് ചെയ്യണം നമ്മൾ, 12 × 140 ചെയ്താൽ 12 കിലോഗ്രാം വാങ്ങിയാലുള്ള പൈസ കിട്ടും അല്ലേ. അപ്പോൾ 12 × 140 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും, 1680 എന്ന് കിട്ടിയിട്ടുണ്ടോ എൻ്റെ മക്കൾക്ക്, 1680 എന്ന് കിട്ടിയിട്ടുണ്ടാവും മൾട്ടിപ്ലൈ ചെയ്താൽ. അപ്പോൾ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ, ബാക്കി നമുക്ക് വായിച്ച് നോക്കിയിട്ട് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 12 കിലോഗ്രാം മത്സ്യം വാങ്ങി, അത് കടയിലെത്തിക്കാൻ 120 രൂപ വീണ്ടും ചെലവായി. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്തു, അവന് കടയിലെത്തിക്കാൻ വേണ്ടി 120 രൂപ ഇനിയും ചിലവായിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ആ കിട്ടിയ 1680 കൂടെ ഇനിയും അവൻ എത്ര രൂപ ചിലവായിട്ടുണ്ട്, 120 രൂപ ചിലവായിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ 1680 കൂടെ 120 കൂടെ ആഡ് ചെയ്ത് നോക്കുക, എത്ര രൂപ അവന് മൊത്തത്തിൽ ചിലവായതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതാ കൂട്ടി നോക്കിയാൽ എത്ര വരും മക്കൾക്ക്, 1800 എന്ന് കിട്ടിയിട്ടുണ്ടാവും. നോക്കിക്കേ, ഈ 1800 എന്ന് കിട്ടിയത്, ഇനി അവൻ ഏതെങ്കിലും പൈസ ചിലവാക്കിയിട്ടുണ്ടോ എന്ന് നോക്കാം അല്ലേ. നോക്കാം, അവന് 120 രൂപ ചിലവായി. ഓക്കെ, അതുവരെ അവൻ ചിലവാക്കിയിട്ടുള്ളൂ ക്വസ്റ്റ്യനിൽ, അതുവരെ ഉള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അവൻ വിൽക്കാൻ പോകുമ്പോഴത്, വാങ്ങിയ കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു കഴിഞ്ഞു, ഇനി വിൽക്കാൻ പോകുമ്പോഴുള്ള കാര്യങ്ങളാണ് അവൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതാ നോക്കിക്കേ, ഇതുവരെ വാങ്ങിയ കാര്യങ്ങളാണെങ്കിൽ വാങ്ങിയ വില അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി, ഇവിടെ 1800 എന്ന് കിട്ടി. പിന്നെ മക്കൾ എന്ത് ചെയ്തു, ഇവിടെ കോസ്റ്റ് പ്രൈസ് ആണ് കണ്ടുപിടിച്ചത്, CP കോസ്റ്റ് പ്രൈസ് ആണ്, ഇവിടെ 1800 രൂപയാണ് നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം, നമുക്ക് SP കണ്ടുപിടിക്കണം. SP എന്ന് പറഞ്ഞാൽ എന്താ, സെല്ലിംഗ് പ്രൈസ് ആയിരുന്നു അല്ലേ, വിറ്റ വില എന്നാണ്. അപ്പോൾ വിറ്റ വില എത്രയാണെന്ന് നോക്കാം നമുക്ക്. എന്താ, ഇതിൽ 4 കിലോഗ്രാം മത്സ്യം കേടുവന്നു പോയി. അപ്പം ആകെ 12 കിലോ വാങ്ങിയ ആളായിരുന്നു അല്ലേ. 12 കിലോയിൽ 4 കിലോ കേടുവന്നു എന്ന് പറഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും അവൻ്റെ കയ്യിൽ, 12 നിന്ന് 4 പോയാൽ ബാക്കി 8 ഉണ്ടാവും അല്ലെ, ബാക്കി 8 ഉണ്ടാവും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ളത് കിലോഗ്രാമിന് 180 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ 140 രൂപയ്ക്കല്ല വിൽക്കുന്ന സമയത്ത് ബാക്കിയുള്ള 8 കിലോ അല്ലേ, അത് അവൻ 180 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയാണെങ്കിൽ നോക്കിക്കുക, അവൻ എത്ര രൂപയ്ക്ക് വിറ്റിട്ടുണ്ടാവും എന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലോ. നോക്കാം, അതിൽ ബാക്കിയുള്ളത് 8 കിലോഗ്രാം ആയിരുന്നു. അതിൽ 1 കിലോഗ്രാമിന് 180 രൂപ നിരക്കിൽ 8 കിലോഗ്രാമും വിൽക്കണം. 8 കിലോഗ്രാം വിൽക്കുകയാണെങ്കിൽ 180 × 8 ചെയ്യണം. വേണ്ടേ, 180 × 8 ചെയ്യണം. അത് എത്രയാണ് വരിക, മൾട്ടിപ്ലൈ ചെയ്താൽ എൻ്റെ മക്കൾക്ക് 1440 എന്ന് കിട്ടും, 1440 എന്ന് കിട്ടിയിട്ടുണ്ടാവും. ഈ കിട്ടിയ പൈസ എന്ന് പറഞ്ഞാൽ എന്താ, അവൻ വിറ്റ പൈസയാണ്, അവന് കിട്ടിയ സെല്ലിംഗ് പ്രൈസ് ആണ് അല്ലേ. അപ്പം നമുക്ക്
അവൻ വാങ്ങിയ പൈസയും കയ്യിൽ കിട്ടി, വിറ്റ പൈസയും കിട്ടിയിട്ടുണ്ട്. അപ്പം എന്താ നമ്മളോട് ചോദ്യം വന്നത്? ഓക്കെ, അയാൾക്ക് ഈ കച്ചവടത്തിൽ ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കുകയും വേണം. അതിൻ്റെ കൂട്ടത്തിൽ അത് എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം ലാഭമാണോ നഷ്ടമാണോ കണ്ടാൽ തന്നെ നമുക്കറിയാം. അറിയില്ലേ? ഇല്ലേ? നോക്കിക്കേ, 1800 രൂപയ്ക്ക് അവൻ ഇത്രയും രൂപ ചെലവാക്കി അവൻ ഇവിടെ കൊണ്ടുവന്ന കാര്യം അവൻ അവിടെ നിന്ന് 1440 രൂപയ്ക്ക് വിൽക്കാൻ പറ്റിയുള്ളൂ എന്ന് പറഞ്ഞാൽ അവന് നഷ്ടമല്ലേ ഉണ്ടായത്? അല്ലേ? അപ്പം എത്ര എമൗണ്ടിലാണ് അവന് നഷ്ടം ഉണ്ടായെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ വാങ്ങിയ വിലയിൽ നിന്ന് വിറ്റ വില മൈനസ് ചെയ്ത് നോക്കിയാൽ മതി, കുറച്ച് നോക്കിയാൽ മതി. അപ്പം അതിന് വേണ്ടിയിട്ട് 1800 നിന്നും 1440 നമ്മൾ മൈനസ് ചെയ്ത് നോക്കുക. അപ്പം എത്രയാ ലാഭമോ നഷ്ടമോ എന്നുള്ളത് മനസ്സിലായി. അപ്പം നഷ്ടമാണ്. അത് എത്രയാണ് നഷ്ടം എന്ന് മനസ്സിലാക്കാനൊന്ന് വേഗം കുറച്ച് നോക്കിയാൽ നമുക്ക് എത്രയാന്ന് കിട്ടും? നമുക്ക് 360 എന്ന് കിട്ടിയിട്ടുണ്ടാവും. എൻ്റെ മക്കൾക്ക് 360 എന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പം 360 രൂപ അവന് നഷ്ടപ്പെട്ടു. പക്ഷെ അവിടെ കഴിഞ്ഞില്ല. നമുക്ക് എന്തുകൂടെ കണ്ടുപിടിക്കണം? നഷ്ടശതമാനം കാണണം, അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. അപ്പോൾ ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നഷ്ടശതമാനം കാണാൻ എന്തായിരുന്നു ഇക്വേഷൻ? ലോസിനെ CP കൊണ്ട് അല്ലെങ്കിൽ വാങ്ങിയ വില അല്ലെ കോസ്റ്റ് പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പഠിച്ച ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ലോസ് എത്രയായിരുന്നു? 360 ആയിരുന്നു. 360നെ 1800 ആയിരുന്നു അയാൾ വാങ്ങിയ വില. അപ്പോൾ 1800 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എപ്പോഴും ഞാൻ പറഞ്ഞ കാര്യമായിരുന്നു. 0 മുകളിലും താഴെ ഉണ്ടെങ്കിൽ വെട്ടിക്കളയാം. അപ്പം നോക്കിക്കേ, 100ലുള്ള ഒരു 0വും, ഓക്കെ, 100ലുള്ള 0വും 1800ലുള്ള 2 0 ഞാൻ ക്യാൻസൽ ചെയ്തു. ബാക്കി ആരാ ഉള്ളത്? ബാക്കി 360/18 ബാക്കിയുണ്ട് അല്ലേ? 360/18 ബാക്കിയുണ്ട്. ഇത് സിമ്പിളായിട്ട് കട്ട് ചെയ്യാം. എന്താ? 36ൽ 18 2 തവണ പോകും. അപ്പം എന്താ നമ്മൾ ആൻസർ വന്നത്? 20%, 20% എന്ന ആൻസർ വന്നു. അപ്പം അതാ പറഞ്ഞത് വലിയ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ. അപ്പം നമ്മൾ വിചാരിക്കും ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത്രയും സിമ്പിളായിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ഒരു വലിയ കഥയായിരിക്കും ചിലപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ. അത് വായിച്ച് വരുമ്പോഴേക്കും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം? അത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന അടുത്തൊരു ചോദ്യമാണ് ഇവിടെ തന്നത്. അപ്പോൾ ചോദ്യത്തിന് ഹിന്റ് വേണമെങ്കിൽ ഞാൻ തരാം, പക്ഷെ നിങ്ങളാണ് ഇതിന്റെ ആൻസർ എനിക്ക് പറഞ്ഞു തരേണ്ടത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വായിച്ചു തരാം. ഒരു ചെറുകിട കച്ചവടക്കാരൻ കിലോഗ്രാമിന് 400 രൂപ നിരക്കിൽ 150 കിലോഗ്രാം വാങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ വായിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം? നമ്മൾ ആൻസർ ചെയ്തു പോകണം. അപ്പോൾ 400 രൂപ 150 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 150 കിലോഗ്രാമിന്, 1 കിലോഗ്രാമിന് 400 രൂപ വെച്ച് 150 കിലോഗ്രാമിന് ആകെ എത്ര ചെലവായി എന്ന് നോക്കണം അല്ലേ? അതാദ്യം കണ്ടുപിടിക്കണം. കുരുമുളക് വാങ്ങിയത്. ഇനി എന്ത് ചെയ്തു? എന്നിട്ട് അയാൾ 1 കിലോഗ്രാമിന് 60 രൂപ ലാഭം എടുത്തിട്ട്, അപ്പം നോക്കിക്കേ, 400 രൂപയിൽ വാങ്ങിയ സാധനം അതിൻ്റെ അകത്ത് നെക്സ്റ്റ് 60 രൂപ ലാഭത്തിനെന്ന് പറഞ്ഞാൽ 400നോട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? 60 ഏഡ് ചെയ്യണം. 60 ഏഡ് ചെയ്താൽ 460 രൂപയ്ക്കാണ് 1 കിലോഗ്രാമിന് അയാൾ ഇനി വിൽക്കാൻ തുടങ്ങുന്നത്. നല്ല കച്ചവടക്കാരനാണ്, ലാഭത്തിനനുസരിച്ചാണല്ലോ വിൽക്കുള്ളൂ. അപ്പം 400 രൂപയ്ക്ക് വാങ്ങിയത് 460നാണ് വിൽക്കുന്നത്. 460 രൂപയ്ക്കും നമ്മൾ വിൽക്കുന്നത് എത്ര കിലോഗ്രാം ഉള്ള സാധന? 150 കിലോഗ്രാം ഉള്ളതാ. അപ്പം നമ്മൾ വിൽക്കുമ്പോൾ 150 കിലോഗ്രാം എത്ര? 460 രൂപയ്ക്കുള്ളത് എത്ര വരും എമൗണ്ട്? അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് നോക്കുക. അപ്പം നമുക്ക് കോസ്റ്റ് പ്രൈസും കിട്ടും, സെല്ലിംഗ് പ്രൈസും കിട്ടും. അവിടെ ലാഭമാണോ അല്ലെങ്കിൽ നഷ്ടമാണോ ഉണ്ടായത് എന്നുള്ളതിൻ്റെ മക്കൾക്ക് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിവിടെ ആകെ എത്ര രൂപയാണ് ഉണ്ടായത് എന്നുള്ളത് എയും ബിയും ക്വസ്റ്റ്യൻ നമ്മൾ ഈ കണ്ട സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും കണ്ടാൽ തന്നെ എയും ബിയും നമ്മൾ ചെയ്തു. ഇനി അടുത്ത മൂന്നാമത് ക്വസ്റ്റ്യൻ ലാഭം എത്ര അല്ലെങ്കിൽ നഷ്ടം എത്ര? ലാഭമാണ് ഉണ്ടായത് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് മനസ്സിലായി. അപ്പോൾ ലാഭം എത്ര രൂപയാണ് എന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് ലാഭ ശതമാനം അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ എൻ്റെ മക്കൾക്ക് എന്താണ്? ഫുൾ മാർക്കാണ്. വലിയ ക്വസ്റ്റ്യൻ കണ്ടാൽ ഇനി എൻ്റെ മക്കൾ വിട്ടേക്കരുത്. കാരണം അതിൻ്റെ അകത്തൊരു വലിയ കഥയുണ്ടെങ്കിലും ചെറിയ കണ്ടന്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം മാത്സിൽ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് ഈസി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക? ഈ ഒരു കാര്യം മൊത്തത്തിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മക്കൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. നമ്മളെ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ മക്കൾ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ആൻസർ ഷുവർ ആയിട്ടും അയക്കുമെന്ന് എനിക്ക് അറിയാം. ഓക്കെ, അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള കമൻറ്റ് വേണം. അതേപോലെ മനസ്സിലായിട്ടുണ്ടെങ്കിലും മിസ്സിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മളെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും ഒന്ന് ലൈക്ക് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ്സ് ഒക്കെ പറയണം. ഇനി ഇതേപോലുള്ള വെറൈറ്റി ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ വന്ന് പറയുവാണെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒക്കെ ആയിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതുവരെ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ.